പതിനേഴാം സങ്കീർത്തനം 15 വചനങ്ങളുള്ള സങ്കീർത്തനം. നിഷ്കളങ്കന്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. നിഷ്കപടമായിട്ടുള്ള അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള അഭ്യർത്ഥനയുമായിട്ട് ആരംഭിക്കുകയാണ് ഈ സങ്കീർത്തനം. ഒരുവൻ വിലപിക്കുന്നതിലൂടെ സ്വന്തം നിഷ്കളങ്കത വെളിപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിലുള്ള സഹായവും അഭ്യർത്ഥിക്കുന്നു. ദൈവഭക്തൻ എപ്പോഴും മറ്റുള്ളവരെ തിന്മയെ കൂട്ടുപിടിക്കാതെ തൻ്റെ നിരപരാധിത്വം ദൈവത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നു, ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം കണ്ണും നട്ട് ജീവിക്കുവാനാണ് ഭക്തരോട് സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നത്. ദൈവമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് സങ്കീർത്തകൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നുള്ളതാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന. ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാക്കണം എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥനയിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ തണലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിച്ചിട്ട് ദൈവമേ നീതി നടത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരിക്കലും നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കില്ല. അവിടുന്ന് ദൈവഭക്തനെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.